തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫണ്ട് തട്ടിപ്പിൽ കേസിൽ നടപടിയുമായി വിജിലൻസ്. 12 പേർ വിജിലൻസ് പിടിയിലായി. അറസ്റ്റിലായത് 2 കോർപ്പറേഷൻ ജീവനക്കാരും ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവർ. പട്ടം സർവീസ് സഹകരണ ബാങ്ക് മാനേജറും പിടിയിൽ. SC, ST, BPL ഫണ്ടുകളിൽ നിന്നാണ് തട്ടിപ്പ് നടത്തിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VS അനു ആണ് ചേരുന്നത്. VS അനു, ഇതിലിപ്പോൾ ഏത് രീതിയിലാണ് നടപടിയെടുത്തിരിക്കുന്നത്? സ്വാതി, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവിധ ഫണ്ടുകളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ വിജിലൻസ് 12 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. SC, ST ഫണ്ട് തട്ടിപ്പ്, അതുകൂടാതെ തന്നെ BPL ഫണ്ടുകൾ, ഇവ തിരിമറി നടത്തി ഏകദേശം 1.5 കോടി രൂപയോളം തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് 2 കോർപ്പറേഷൻ ജീവനക്കാരും 10 ഏജന്റുമാർ ഉൾപ്പെടെയുള്ള 10 പേർ പിടിയിൽ. അങ്ങനെ മുഴുവനായി 12 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ പട്ടം സർവീസ് സഹകരണ ബാങ്ക് മാനേജർ ഉൾപ്പെടെയുള്ളവർ പിടിയിലായിട്ടുണ്ട്. ഈ പട്ടം സർവീസ് സഹകരണ ബാങ്കിലേക്കാണ് വിവിധ ഫണ്ടുകൾ എത്തിയിരുന്നത്. ഈ ഓരോ അക്കൗണ്ടിലേക്ക് 1-ലധികം പേരുടെ, അതായത് 10-ലധികം പേരുടെയൊക്കെ പേരുകളിൽ ഒരേ അക്കൗണ്ടിലേക്ക് വിവിധ ആളുകളുടെ പേരിലുള്ള ഫണ്ടുകൾ എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ ആദ്യം മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അന്ന് 2 പേർ അറസ്റ്റിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വിജിലൻസിന്റെ കൃത്യമായ പരിശോധന നടക്കുകയും 12 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് 2 വർഷം മുമ്പാണ് അന്ന് 2 പേർ കോർപ്പറേഷനിലെ SC പ്രൊമോട്ടർ സിന്ധുവും സഹായി അജിതയും ഉൾപ്പെടെ 2 പേരെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 12 പേർ കൂടി വിജിലൻസ് തിരുവനന്തപുരം പ്രത്യേക യൂണിറ്റ് 1-ന്റെ പിടിയിലായിരിക്കുന്നത്. സ്വാതി, വിസനു, ഗുരുതരമായിട്ടുള്ള ക്രമക്കേടാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പരാതിയായിട്ട് ഉയരുന്നത്. അപ്പോൾ നിലവിൽ പിടിയിലായവർക്കെതിരെ ഉള്ള തുടർ നിയമ നടപടികളൊക്കെ ഏത് രീതിയിലാകും മുന്നോട്ട് പോകുക? ഈ 12 പേരുടെയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനുശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ ഉണ്ടാകും. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. അതിന് മുന്നോടിയായി കോർപ്പറേഷനിലെ വിവിധ സമരങ്ങൾ നടന്നു. അന്ന് കോർപ്പറേഷനെതിരെ ഒരുപക്ഷെ ആദ്യമായി ഉയർന്ന ഏറ്റവും വലിയ അഴിമതി ആരോപണമായിരുന്നു SC, ST ഫണ്ട് തട്ടിപ്പ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 12ഓളം പേരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സ്വാതി, ശരി. VS അനു, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫണ്ട് തട്ടിപ്പിൽ കേസിലാണ് ഇപ്പോൾ വിജിലൻസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. 12 പേരാണ് വിജിലൻസിന്റെ പിടിയിൽ ആയിരിക്കുന്നത്.